എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ടാവില്ലേ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എത്ര പെട്ടെന്നാണ് നമ്മുടെ വർഷങ്ങളൊക്കെ ഇന്ന് കടന്നു പോകുന്നത് അല്ലേ. കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആഘോഷിച്ചായിട്ട് എന്റെ മനസ്സിലോട്ട് പോയിരുന്നത്, എന്റെ ഒരു അനുഭവത്തില് പെട്ടെന്ന് ഈ ഒരു വർഷം കടന്നു പോയതായിട്ട് തോന്നി കേട്ടോ. കുറെ കാര്യങ്ങൾ അതിനകത്ത് നടന്നു, കോഴ്സ് കംപ്ലീറ്റ് ആയി, ജോലിക്ക് കയറാൻ പറ്റി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ 3 വർഷം പെട്ടെന്ന് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണം എന്നാണല്ലോ എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഓർത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു വർഷം അങ്ങ് തീരുവാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് പെട്ടെന്ന് സമയം കടന്നു പോകുന്നു അല്ലെ. അത് ആലോചിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക തോട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോളൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു 2 കാര്യം എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പക്ഷെ എന്തായാലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ഒന്ന് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, എന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പൊ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒക്കെ ഒരു ഈസി ആയി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്ന് അവധിയാണ് കേട്ടോ. ക്രിസ്മസിന് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ന്യൂ ഇയറിന് അവധിയാണ്. പക്ഷെ എനിക്ക് എങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ കുറച്ച് ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ന്യൂ ഇയറിന്റെ സമയത്തും അല്ലെങ്കിൽ ക്രിസ്മസിന്റെ സമയത്ത് ഇവിടെ ഹോളിഡേയ്സിലൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. അപ്പൊ 2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. പുറത്ത് ന്യൂ ഇയറിന്റെ പടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്റെ പരിപാടി എന്താന്ന് വെച്ചാല്, ഇന്ന് ഞാൻ ന്യൂ ഇയർ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. തന്നെയല്ല കേട്ടോ, പപ്പയുടെ അടുത്താണ് പോകുന്നത്. എനിക്ക് ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും പപ്പയും മരിയനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ രീതിയിൽ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെ സാധാരണ ക്രിസ്മസിനും ന്യൂ ഇയറിനും മാത്രമാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കേട്ടോ. അല്ലാത്ത സമയത്ത് ഫയർ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, ക്രിസ്മസിന്റെ കാര്യങ്ങളും ലൈറ്റുകളും സെറ്റിങ്ങും ഒക്കെ ഉണ്ടല്ലോ. ഈ സാധാരണ ഇവിടെ ജനുവരി ഈ ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേനുമാണ് എല്ലാവരും അഴിച്ചു വെക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും ഞാനും വിചാരിച്ചു ഒന്ന് ഇട്ടേക്കാം. ഈ 1 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇനി എടുത്തു വെച്ചാൽ വരുന്ന വർഷമല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ ഇന്ന് റൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പപ്പയൊക്കെ ഇവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോ അവിടെ എന്തെങ്കിലും ആഘോഷത്തിന് പോവുകയാണെങ്കിൽ അവരുടേതായ രീതിയിലുള്ള ജർമ്മൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ കൂടുതലും റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഏത് പാർട്ടി ആയിക്കട്ടെ, എന്ത് പരിപാടിയാണെങ്കിൽ പോലും ഫുഡിന്റെ കൂടെ വൈൻ ഉണ്ടാവും കേട്ടോ. വൈനോ അല്ലെങ്കിൽ ബീറോ ഉണ്ടാവും. പിന്നെ ഈ സമയത്ത്, ഈ വിന്ററിന്റെ സമയത്ത് പ്രത്യേകിച്ചും വൈൻ ഉണ്ടാവും. റെഡ് വൈൻ ആണ് കൂടുതലും കുടിക്കുന്നത്. കാരണം ഈ സമയത്ത് നമ്മൾ ഭയങ്കര തണുപ്പല്ലേ. അപ്പൊ ഈ വൈൻ കുടിക്കുമ്പോൾ നമുക്ക് ബോഡി ഒന്ന് ഹീറ്റായി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഞാനും വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വൈനൊക്കെ കുടിച്ച് ശീലിച്ചത്. ഞാൻ അങ്ങനെ എന്താ വെച്ചാൽ നമ്മളങ്ങനെ ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല കേട്ടോ. ഇത് അങ്ങനെ ചിന്തിക്കരുത്. വല്ലപ്പോഴും നമ്മളിങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക, നല്ല തണുപ്പത്തൊക്കെ ഒരു ഇച്ചിരി വൈൻ കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബോഡിക്ക് ഇങ്ങനെ ഹീറ്റ് ആവും നമുക്ക്. ആ തണുപ്പിനൊന്ന് ഇടാനും പിന്നെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കൾച്ചറിന്റെയും ഭാഗമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കള്ളു കുടിച്ച് അല്ലെങ്കിൽ വൈൻ കുടിച്ച് അലമ്പുണ്ടാക്കുവോ അല്ലെങ്കിൽ വഴക്കിടുവോ അടിപിടി ഓടുവോ അങ്ങനെ നോർമലായിട്ടുള്ള ഒരു ഫാമിലിയും ഞാൻ കണ്ടിട്ടില്ല. ഫാമിലീസൊന്നും കാണില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഈ പുറത്ത് അല്ലാണ്ട് ദ്രോഹനൊക്കെ അടിച്ചിട്ട് എന്ന് വെച്ചാൽ വേറെ രീതിയിലുള്ള എന്താ പറയാ മദ്യ ലഹരികളിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ഞാൻ കണ്ടെടുത്തോളം, ഇപ്പൊ 3 വർഷമായിട്ട് കണ്ടെടുത്തോളം എല്ലാവരും തന്നെ എന്താ പറയാ അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുടിക്കാറുള്ളൂ. ആരെയും നിർബന്ധിക്കാറില്ല. വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നുള്ള ഒരിതേ ഉള്ളൂ. എല്ലാത്തിനും അവരുടേതായ ഒരു തീരുമാനത്തിന് നല്ല വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റൈസായിട്ട് ഉണ്ടാക്കുന്നത്. ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ റൈസിന്റെ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇവർക്കും കൂടെ കഴിക്കാൻ പാകത്തിന് എരിവൊക്കെ ഒട്ടും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതലും ഞാൻ റൈസ് തന്നെയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇത് മാറ്റി റെഡി ചെയ്താൽ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ന്യൂ ഇയറിനും ഈ ക്രിസ്മസ് സമയത്തൊക്കെ എല്ലാവരും പുറത്തോടെ ഇരിക്കും.
ഫുള്ള് വെട്ടവും കാര്യങ്ങളും. ഇവിടെ ഇങ്ങനെയുള്ള ഹോളിഡേയ്സിലുണ്ടല്ലോ എല്ലാവരും ആഘോഷിക്കുകയായിരിക്കും, പുറത്തൊരു മനുഷ്യനെ കാണില്ല കേട്ടോ. ദേ നമ്മൾ എത്തിട്ടോ. ഓ ഞാനൊന്ന് ഞെട്ടി. പുറകിൽ ഫയർ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ. സോ നമ്മളിവിടെ എത്തി. ഓക്കെ ഇതേണ്ട പപ്പയിരുന്നു. ഈ ഒരു ഐറ്റം ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ മീറ്റൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്ന പപ്സ് പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം, അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂട് മുട്ട പപ്സ് അല്ലെങ്കിൽ മീറ്റ് പപ്സ് കഴിക്കില്ലേ, ഏകദേശം അതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ എരിവൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ജർമ്മനിയിലും മ്യൂൺഷനിലും ബെർലിനിലും ഒക്കെ ഷോ നടക്കുന്നുണ്ട് കേട്ടോ, ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള. അതൊക്കെ കണ്ടതിന് ശേഷം ഒരു ഷാമ്പയിനൊക്കെ പൊട്ടിച്ചു. അങ്ങനെ വി ആർ റെഡി ടു വെൽക്കം 2025. 3, 2, 1, 0. Frohes neues Jahr! ഭയങ്കര തണുപ്പാ. അങ്ങനെ 2025 ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് 4.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്ക് നാട്ടില് 4.5 മണിക്കൂർ മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി. അതിനുശേഷമാണ് നമുക്ക് ഇങ്ങോട്ടായത്. എന്തായാലും സോ ഹാപ്പി. നല്ലൊരു ന്യൂ ഇയർ ആഘോഷമായിരുന്നു കേട്ടോ. അതിന് പ്ലസന്റ് ആയിട്ട് ഞങ്ങൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ജർമ്മൻസിന്റെ എല്ലാവരുമായിട്ട് ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ. പപ്പൻ്റെ കൂടെയൊക്കെ മുമ്പ് ഒരു വർഷം ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊന്നും പുറത്തിറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിരുന്നു. നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. എല്ലാം നല്ലതാവട്ടെ, എല്ലാവർക്കും നല്ലതാവട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. നമുക്കിനി പുതിയ വർഷത്തില് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ. ഔഫ് വീരസേ. Cheers.